പത്മജ വേണുഗോപാലിനെ ഇഡിയുടെയോ മറ്റന്വേഷണ ഏജൻസിയുടെയോ മുൻപിൽ ഒരു ബ്ലാക്ക് മെയിൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് BJP-യിലേക്ക് കൊണ്ടുപോകുന്നത്, അഥവാ ബ്ലാക്ക് മെയിലിന് വിധേയമായി. അത്തരമൊരു സാഹചര്യം അവരുടെ ഫാമിലി അവർ നേരിട്ടിട്ടുണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അശോക് ചവാനെ പോലെയുള്ളതായിരിക്കുന്ന ഒരാൾ മഹാരാഷ്ട്രയിൽ പാർട്ടി വിട്ടപ്പോൾ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പറഞ്ഞത് ആദർശ് ഫ്ലാറ്റ് കുംഭകോണവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ് പോകാൻ എനിക്ക് ഒരിക്കലും ആവില്ല, പക്ഷേ ഞാൻ പോയില്ലെങ്കിൽ ഞാൻ ഉള്ളിൽ കിടക്കേണ്ടി, ഞാനും മകനും ഉള്ളിൽ കിടക്കേണ്ടി വരും. ശ്രീ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും എന്നോട് പറഞ്ഞു, ഞങ്ങൾ യാത്രാമധ്യേ വിവരങ്ങൾ ചോദിക്കും. യാത്രാമധ്യേ ചോദിച്ചും കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയതെന്നാണ് രമേശ് ചെന്നിത്തലയോട് നേരിട്ട് വന്ന് കരഞ്ഞ്, എനിക്ക് വയ്യ, ഞാൻ പോയില്ലെങ്കിൽ എന്നെ പിടിച്ചകത്താക്കും. ഇത് രാജ്യം മുഴുവൻ സംഭവിച്ചത്. ധാർമ്മിക ശേഷിയും ഇൻറ്റഗ്രിറ്റിയും ഉള്ളതായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ നേരിടാൻ പറ്റൂ BJP-യെ. അധികാരമുള്ള രാഹുൽ ഗാന്ധി 56 മണിക്കൂർ ചോദ്യം ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു? ഒരൊറ്റ പർപ്പസാണ്, മാനസികമായി തകർക്കുക, കീഴ്പ്പെടുത്തുക. അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അതിന് നിർഭയനായി പോരാടി രാഹുൽ ഗാന്ധി. ആ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി, ആ പൊളിറ്റിക്കൽ ഔന്നിത്യം കരുണാകരനുണ്ടായിരുന്നു. കരുണാകരന്റെ മകൾക്ക് അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സിദ്ദിഖ് MLA നമ്മളോട് പറയുന്നത്. അതിലൊന്ന്, ഒരു രാഷ്ട്രീയമായ ധാർമ്മികതയുടെ ശേഷി ചോർന്നു പോകുമ്പോഴാണ് BJP-യിലേക്ക് മാറുന്ന തരത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളത്. ലീഡറിനുണ്ടായിരുന്ന രാഷ്ട്രീയ ധാർമ്മിക ശേഷി മകൾക്കില്ലാതെ പോയി. നമ്പർ 2, ഈ മകൾ പത്മജ വേണുഗോപാൽ ഒരുപക്ഷെ ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഒരു 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 കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അത് ആ കുടുംബത്തിന് ഒരുപക്ഷെ ED അന്വേഷണം വന്നതുകൊണ്ടോ മറ്റേതെങ്കിലും അന്വേഷണം വന്നതുകൊണ്ടോ ആകാമോ എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് സംശയിക്കുന്നത് എന്നാണ് സിദ്ദിഖ് MLA പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും എനിക്കൊന്ന് പത്മജ വേണുഗോപാലുമായി സംസാരിച്ചിരുന്നു സിദ്ദിഖ് MLA. ഞാനുമായിട്ട് ഊഷ്മള ബന്ധമുള്ള വ്യക്തിത്വമാണ്. ഞാൻ ഇന്നലെ ട്രൈ ചെയ്തിരുന്നു. 3 തവണ ഞാൻ അവരെ എടുത്തില്ല, ഒരു ഫോൺ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് അവരുമായിട്ട് വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞതും സമാനമായിട്ടുള്ള ചില സാഹചര്യങ്ങളാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. നിവൃത്തിയില്ലാതെ പോകുന്നു എന്നാണ്. ആ രീതിയിലുള്ള സംസാരങ്ങളാണ് അവരുടെ. കോൺഗ്രസിൽ നിന്നുള്ള അതൃപ്തിയേക്കാൾ അവർ ഭയക്കുന്നു. എന്തിന്? ചില മേഖലകളെ അവർ ഭയക്കുന്നു. അതെന്താണ് റീസൺസ് എന്നുള്ളത് പുറത്ത് വരേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പത്മജ വേണുഗോപാൽ, K മുരളീധരനൊക്കെ രാഷ്ട്രീയ രംഗത്ത് വന്നതിന് ശേഷം അദ്ദേഹമൊക്കെ ലീഡർഷിപ്പ് എടുത്ത്, സ്ട്രെയിൻ എടുത്ത് പാർട്ടിയെ ബിൽഡ് ചെയ്യാൻ, പ്രവർത്തകർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ, ആത്മവിശ്വാസം കൊടുക്കാൻ, പ്രതിസന്ധികളിൽ പ്രവർത്തകന്റെ കൂടെ നിൽക്കാൻ, ആ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് പ്രിയപ്പെട്ട ശ്രീ K മുരളീധരൻ. എനിക്ക് തോന്നുന്നു പത്മജ വേണുഗോപാൽ അത്തരമൊരു ക്രൈസിസ് മാനേജ്മെൻറ്റോ ഒരു പ്രവർത്തകന്മാരെ ആ രീതിയിൽ ലീഡ് ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ഒരു ശേഷിയോ അവരിൽ നിന്നൊന്നും ഇതുവരെ ഉണ്ടായതായി എനിക്ക് നേരിട്ട് ബോധ്യമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അനിൽ ആന്റണി പോയി കേരളത്തിൽ, ഒരു പ്രമാദമായ ചർച്ചയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. പത്മജ വേണുഗോപാൽ ഇനി ഇൻ കേസ് അവർ BJP മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകന്മാർ തളരുകയല്ല ചെയ്യുക. കോൺഗ്രസ് പ്രവർത്തകന്മാർ വലിയ വീര്യത്തോടുകൂടി BJP-ക്കെതിരായിട്ടുള്ള വലിയതായിരിക്കുന്ന മൂവ്മെന്റിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കും. പത്മജ വേണുഗോപാലും അതുപോലെയുള്ളതായിരിക്കുന്ന ആളുകളും അല്ല പാർട്ടി. T സിദ്ദിഖ് അല്ല പാർട്ടി. പാർട്ടി എന്നുള്ളത് ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോകുന്ന ഇപ്പോഴും നിരവധി പ്രവർത്തകന്മാർ ജയിലിലാണ്, അടികൊണ്ടുകൊണ്ടിരിക്കുകയാണ്, കേസിനെ നേരിടുകയാണ്. നിരവധി ആളുകൾ ആശുപത്രിയിലാണ്. ഇത് മുഴുവൻ നടത്തുന്നത് ഒരു ഭാഗത്ത് CPM-നെതിരെ, ഒരു ഭാഗത്ത് BJP-ക്കെതിരെ. അവർ പഞ്ചായത്ത് മെമ്പർമാർ പോലും അല്ല, അവരൊരു ബോർഡ് മെമ്പർ അല്ല. അവരാണ് പാർട്ടിയുടെ ശക്തി, അല്ലാതെ ഈ ആനപ്പുറത്തിരിക്കുന്ന ആളുകളൊന്നുമല്ല. ആനപ്പുറത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് BJP-യിൽ പോയാൽ വിലയുണ്ടാകും എന്നുള്ളതാണ് അവരുടെ ധാരണ. ജനം പുച്ഛിച്ചു തള്ളും, തറക്കില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ഷാർപ്പായിട്ടുള്ള റിയാക്ഷനാണ് ഈ ഘട്ടത്തിൽ സിദ്ദിഖ് MLA-യുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിതമാണ്. കാരണം പ്രവർത്തകരെല്ലാം തെരുവിൽ പ്രതിഷേധവുമായിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട്.